എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം സ്റ്റുഡൻസിനും BBA സ്റ്റുഡൻസിനും ഒരേപോലെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് BRM, ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. ബികോംകാർക്ക് 80 മാർക്കിനായിരിക്കും എക്സാം, എന്നാൽ BBAക്കാർക്ക് 60 മാർക്കിന്റെ എക്സാം ആയിരിക്കും ഈ സബ്ജക്റ്റിന് ഉണ്ടായിരിക്കുക. പരീക്ഷയ്ക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരു പേപ്പറാണിത്. എന്നാൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയയും അതുപോലെ തന്നെ ഏറ്റവും ഷോർട്ട് കട്ടിലൂടെയും നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. BRMന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ആദ്യം തന്നെ റിസർച്ചിന്റെ ഒരു മീനിങ്. റിസർച്ച് സിംപ്ലി മീൻസ് സെർച്ച് ഫോർ നോളജ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റിസർച്ചിനെ പറയാൻ സാധിക്കുക സെർച്ച് ഫോർ നോളജ്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേ. സെർച്ച് ഫോർ നോളജ്, അറിവിനെ സെർച്ച് ചെയ്യുക. ഓർ ഫാക്ട്, ഇറ്റ് ഈസ് ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക്. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം റിസർച്ച് ഈസ് ആൻ ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക്. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠന വിധേയമാക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. It is a systematic method of finding solution to a problem. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അതിന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ റിസർച്ചിലൂടെ സാധിക്കുകയുള്ളൂ. ഞാൻ മലയാളം മീനിങ് ഒരുപാട് എടുത്തു പറയുന്നില്ല, അതല്ല നിങ്ങൾക്ക് ആവശ്യം. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, കീവേഡ്സ് ഓർത്ത് വെക്കുക, അത് വെച്ച് എക്സാം എഴുതുക. അങ്ങനെയാണെങ്കിലാണ് മാർക്ക് കിട്ടുക. റിസർച്ച് എന്നാൽ സെർച്ച് ഫോർ നോളജ് ആണ്. ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് എക്സ്പ്ലനേഷനോട് കൂടി എഴുതുക. റിസർച്ച് എന്നാൽ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. ഒരു റിസർച്ചിലൂടെ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കണ്ടെത്തുകയാണ്. ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണമാണ്. നമുക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു അറിയുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആഴത്തിൽ അറിവ് നേടാനുള്ള ഒരു അന്വേഷണത്തെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിനുള്ള ഉത്തരമാണ് നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. നിരീക്ഷണത്തിലൂടെയാണ് റിസർച്ച് നടത്തുക. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്. പരീക്ഷണത്തിലൂടെയും. ഒബ്സർവേഷനും ഉണ്ട്, എക്സ്പെരിമെന്റും ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് ഡാറ്റ. റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് ആ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ഇറ്റ് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത വെച്ച ഡാറ്റ അനലൈസ് ചെയ്യേണ്ടി വരും. ഇറ്റ് റിക്വയേഴ്സ് എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പേർട്സ്. എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ വേണം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് റിക്വയർ പേഷ്യൻസ്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതിനൊരുപാട് ഘട്ടമുണ്ട്. നമുക്ക് വെറുതെ കയറി ചെന്നൊരു റിസർച്ച് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് വരെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് നല്ല രീതിയിലുള്ള ക്ഷമ വേണം. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ്. നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യപ്പെടും. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റിപ്പോർട്ടഡ്. അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ എന്നൊക്കെ പറയാം. കൃത്യമായിട്ട് ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കുക. റിസർച്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ്. ഒന്ന് പറഞ്ഞു നോക്കൂ, എൻ്റെ കൂടെ പഠിച്ചെടുക്കുക. റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ്. ഇറ്റ് ഈസ് ആൻ ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക്. ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ്
റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനുള്ള സിസ്റ്റമാറ്റിക് സൊല്യൂഷൻ ആണ്. ദെൻ റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചർ എന്തൊക്കെയാണ്? ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. റിസർച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. റിസർച്ച് ഇൻവോൾവ് കളക്ഷൻ ഓഫ് ഡാറ്റ. റിസർച്ച് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് ഡാറ്റ. റിസർച്ച് റിക്വയർ എക്സ്പേർട്സ്. റിസർച്ച് റിക്വയർ പേഷ്യൻസ്. ആൻഡ് റിസർച്ച് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിസർച്ച് ഷുഡ് ബി കെയർഫുള്ളി റിപ്പോർട്ടഡ്. ഐ തിങ്ക് എൻ്റെ കൂടെ തന്നെ ഇതിലൊരു 6 പോയിന്റെങ്കിലും എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അടുത്തതാണ് നമുക്കാവശ്യം, വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് റിസർച്ചിൻ്റെ മീനിങ്. ബിസിനസ് റിസർച്ച് മീൻസ് പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ദി മാനേജ്മെൻറ്റ്. നിങ്ങൾ ടെക്സ്റ്റിലുള്ളതോ നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നതോ ഒന്നും പഠിക്കേണ്ട. ആൻസർ കീയിൽ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ആൻസർ കീയിലുള്ള ആൻസറാണിത്. ബിസിനസ് റിസർച്ച് മെത്തേഡിൻ്റെ മീനിങ് ഇത് തന്നെ പഠിച്ചു പോയിക്കോളൂ, ഇതിന് മാർക്ക് കിട്ടിക്കോളൂ. ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ആവറേജിനും താഴെയുള്ള ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും പഠിക്കാൻ പറ്റുന്ന ഒരു മീനിങ് ആണ് ഇവിടെ കൊടുത്തത്. ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്, കളക്ഷൻ ആണ്, അനാലിസിസ് ആണ് ഡാറ്റ. എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ. ബിസിനസ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാകും മാർക്കറ്റിൽ എന്നറിയാൻ വേണ്ടി റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിന് എന്ത് ചെയ്യാം? ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് നടത്താം. ആ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് നടത്തി അത് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള ഒരു റിസർച്ചിനെയാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. അതായത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു സീക്വൻസ് എല്ലാം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് എല്ലാം ഫോളോ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ബിസിനസ് റിസർച്ച് നടത്തുക. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് പ്രോസസ്. കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കും ബിസിനസ് റിസർച്ച് നടത്തുക. അപ്പോൾ 2 പോയിന്റ്സ് പഠിച്ചു എല്ലാവരും. ബിസിനസ് റിസർച്ച് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അതോടൊപ്പം തന്നെ അതൊരു ഒബ്ജക്റ്റീവ് പ്രോസസ്സുമാണ്. ബിസിനസ് റിസർച്ച് മെത്തേഡ് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. മോറോവർ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് പ്രോസസ്. ബിസിനസ് റിസർച്ച് മെത്തേഡ് ഒരു ഒബ്ജക്റ്റീവ് പ്രോസസ്സും ആണ്. ഇറ്റ് ഈസ് ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് ഇൻ ബിസിനസ്. ബിസിനസ്സിലെ പുതിയ അറിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് കൂടെയാണ് ബിസിനസ് റിസർച്ച്. അപ്പോൾ ഇറ്റ് ഈസ് ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് ഇൻ ബിസിനസ്. ഇറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് റിസർച്ച് പല മേഖലയിൽ ഉൾപ്പെടുത്താം. അത് മാർക്കറ്റുമായിട്ടും എക്കണോമിക്സ് റിസർച്ചുമായിട്ടും സോഷ്യൽ റിസർച്ചുമായിട്ടും എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ഇറ്റ് ഹാസ് എ ക്ലിയർ പർപ്പസ്. എല്ലാ ബിസിനസ് റിസർച്ചിനും കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരിക്കും, പർപ്പസ് ഉണ്ടായിരിക്കും, ഉദ്ദേശമുണ്ടായിരിക്കും. ഇറ്റ് ഫോക്കസസ് ഓൺ ഡിമാൻഡ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ്. പലപ്പോഴും ബിസിനസ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് ഡിമാൻഡും കൺസ്യൂമേഴ്സുമാണ്. ഇൻഫ്ലുവൻസ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ട, അതൊക്കെ ഒഴിവാക്കിക്കോ. നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ബിസിനസ് റിസർച്ച് ഫോക്കസസ് ഓൺ ഡിമാൻഡ് ആൻഡ് കൺസ്യൂമേഴ്സ്. കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡിമാൻഡ്, ഈ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും ബിസിനസ് റിസർച്ച് ഉണ്ടാവുക. ഇറ്റ് ഇൻക്ലൂഡ്സ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. നമുക്കറിയാം ഏത് റിസർച്ച് നടത്തണമെങ്കിലും ഈ കാലത്ത് ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടും. ഇറ്റ് ഡിറ്റർമൈൻസ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. പലപ്പോഴും ബിസിനസ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ബിസിനസ് റിസർച്ച് മെത്തേഡിൻ്റെ മെയിൻ ആയിട്ടുള്ള മീനിങ് തന്നെ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. അതിനും സഹായിക്കും. അടുത്തതാണ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സിന് ഡിസിഷൻ മേക്കിങ്ങിൽ എന്തെല്ലാം റോളാണുള്ളത്? പ്രോഡക്റ്റ് അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, കോമ്പറ്റീറ്റർ അനാലിസിസ്, ഗ്രോത്ത് അനാലിസിസ്.
5 മാർക്കിന് ചോദിച്ചാൽ മാർക്ക് നേടാനുള്ള ട്രിക്ക് എന്താണെന്നറിയോ? വാട്ട് ആർ ദ റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ബിസിനസ് റിസർച്ചിൻ്റെ ഒരു മീനിങ് അവിടെ കൊടുക്കുക. എന്നിട്ട് ഈ റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ 5 പോയിന്റ് കൊടുക്കുക. എന്നിട്ട് ഈ 5 പോയിന്റും വീണ്ടും എടുത്തെഴുതി ഓരോന്നിനും എക്സ്പ്ലനേഷനും കൊടുക്കുക. എക്സ്പ്ലനേഷനൊക്കെ കയ്യിൽ നിന്നിട്ട് കത്തിയടിച്ച് കൊടുത്താൽ മതി, കുഴപ്പമില്ല. പക്ഷെ ആ എക്സ്പ്ലനേഷൻ തോന്നിക്കണം പേപ്പർ നോക്കുന്നവർക്ക്. അതൊന്നും ഉള്ളിലുള്ളത് ആരും കാര്യമായിട്ട് നോക്കില്ല. പക്ഷെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. അതുകൊണ്ട് ഈ പോയിന്റ് ഓർത്ത് വെക്കുക, എക്സ്പ്ലനേഷൻ കയ്യിൽ നിന്നിട്ട് കൊടുക്കുക. 4 or 5 മാർക്ക് ഷുവറാണ്. ഞാൻ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാളല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധൈര്യമായിട്ട്. പ്രോഡക്റ്റ് അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, കോമ്പറ്റീറ്റർ അനാലിസിസ്, ഗ്രോത്ത് അനാലിസിസ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് സ്ട്രക്ചർ ഉണ്ടാവണം ആൻസർ ഷീറ്റിന്. അപ്പോൾ ആദ്യം ബിസിനസ് റിസർച്ച് എന്താണെന്ന് എഴുതുക, ഈ റോളിൻ്റെ പോയിന്റ് എഴുതുക, ഉള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം, ആ സ്ട്രക്ചർ അവിടെ ഉണ്ടാവണം. ഓക്കെ, അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റിൻ്റെ ടൂളാണ്. കാരണം മാനേജ്മെൻറ്റിന് ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഓരോ പർട്ടിക്കുലർ ഏരിയയും ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്യണം. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ദെൻ റീഡിഫൈനിങ് പെർസെപ്ഷൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഷേപ്പ് സ്ട്രാറ്റജീസ്. ഇതാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഫങ്ഷൻസ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് റിസർച്ചിൻ്റെ പർപ്പസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എയിം, യൂസസ്, ഇതെല്ലാം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് ആണ്. വാട്ട് ആർ ദ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, എയിം ഓർ യൂസസ് ഓഫ് ബിസിനസ് റിസർച്ച്? ഒന്ന്, സേവ് ടൈം. ബിസിനസ്സിന് ടൈം സേവ് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാം, ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് സാധ്യമാകും, ഡിസ്കവർ ന്യൂ നോളജ്, അതുപോലെ ഡിറ്റർമൈൻ പ്ലേയേഴ്സ് ഇൻ ദി ജോബ് മാർക്കറ്റ്, ടു പ്രൊമോട്ട് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ടു എൻഷുവർ സക്സസ് ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ ടു കളക്ട് ഡാറ്റ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. എളുപ്പമുള്ള പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ദെൻ എന്തൊക്കെയാണ് ബിസിനസ് റിസർച്ച് ബെനഫിറ്റ്സ്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്? ഒന്ന്, ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എല്ലാം ഇൻഫോംഡ് ആയിരിക്കും. റിസ്ക് റിഡക്ഷൻ, റിസ്ക് കുറയ്ക്കാൻ പറ്റും. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, എൻഹാൻസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഉണ്ട്, കോസ്റ്റ് സേവിങ്സ്, ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത്. ഇനി ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൻ്റെ ഏരിയാസ് ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്, പ്രോഡക്റ്റ് റിസർച്ച്, അഡ്വർടൈസിംഗ് റിസർച്ച്, മാനേജ്മെൻറ്റ് റിസർച്ച്, അക്കൗണ്ടിംഗ് റിസർച്ച്, ഫിനാൻസ് റിസർച്ച്. ഇതാണ് ഏരിയാസ് ഓഫ് ബിസിനസ് റിസർച്ച്. അടുത്തതാണ് ലിമിറ്റേഷൻസ് ഓഫ് റിസർച്ച് അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച്. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഹൈ കോസ്റ്റ് ഫോർ കണ്ടക്ടിങ് റിസർച്ച്. നമുക്കറിയാം റിസർച്ച് കണ്ടെത്താൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ഒരു റിസർച്ച് പെട്ടെന്ന് നമുക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യാനൊന്നും പറ്റില്ല, അതൊരു പണച്ചെലവേറിയ പ്രക്രിയയാണ്. ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. നമുക്ക് വിചാരിച്ച ടൈം സ്പാനിനുള്ളിലൊന്നും റിസർച്ച് കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, അതിനൊരുപാട് സമയമെടുക്കും. റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണൽ ടു കണ്ടക്ട് റിസർച്ച്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡിഫിക്കൽട്ട് ടു കളക്ട് റിലയബിൾ ഡാറ്റ. വിശ്വാസയോഗ്യത്തിലുള്ള ഡാറ്റ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിഫിക്കൽട്ട് ടു സെലക്ട് സാമ്പിൾ സെലക്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പേഴ്സണൽ ബയാസ്. ആ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആവാൻ സാധ്യതയുണ്ട്. ലിമിറ്റഡ് സ്കോപ്പ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന റിസർച്ചിൻ്റെ സ്കോപ്പ് ലിമിറ്റഡ് ഏരിയയിലേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനാക്യുറേറ്റ് ഓർ ഔട്ട്ഡേറ്റഡ് റിസൾട്ട്. ചിലപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇനാക്യുറേറ്റും അതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്നതുമായിരിക്കും. ഇത് ടെക്സ്റ്റിലില്ല, നന്നായിട്ട് പഠിച്ചു വെച്ചോ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് റിസർച്ചിൻ്റെ ലിമിറ്റേഷൻസ്. അടുത്തതൊരു എസ്സേ ടോപ്പിക്കാണ്.
എക്സ്പ്ലനേഷനോട് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. റിസർച്ചിൻ്റെ പ്രോസസ്, സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ്, ടെൻഡേറ്റീവ് സെലക്ഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഒരു നല്ലൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയെ എക്സ്പ്ലോർ ചെയ്യാം. സോഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ. ദെൻ ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. ആരെങ്കിലും ഈ ടോപ്പിക്കിനെ കുറിച്ച് മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഫൈനലൈസിങ് റിസർച്ച് പ്രോബ്ലം. നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക റിസർച്ചിൻ്റെ. ഇതിൻ്റെ എക്സ്പ്ലനേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. ഞാൻ അതുകൊണ്ട് സ്റ്റെപ്പ് മാത്രം പറഞ്ഞു പോവാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ടെൻഡേറ്റീവ് സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് വൺ, ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. തേർഡ് വൺ, ഫൈനലൈസിങ് റിസർച്ച് പ്രോബ്ലം. ഫോർത്ത് വൺ, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. ഫിഫ്ത്ത് വൺ, ഡെവലപ്പിംഗ് ഹൈപ്പോത്തസിസ്. ആറാമത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. ഏഴാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ. 8 കളക്ഷൻ ഓഫ് ഡാറ്റ. 9 എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ്. 10 അനാലിസിസ് ഓഫ് ഡാറ്റ. 11 ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. 12 അറൈവിംഗ് അറ്റ് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. 13 പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഈ 13 സ്റ്റേജ് ഈ നോട്ട് വെച്ച് പഠിച്ചോ. പഴയ ആൻസർ കീയിലുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതേപോലെ PDF വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും ഈ essayക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ ടോപ്പിക്ക് ചർച്ച ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ഒക്കെ നിങ്ങൾ ഈ PDF വെച്ച് പഠിക്കുക. നാളെ മുതൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജുറാസിൻ്റെ കൂടെ ഉണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാഞ്ഞത് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ്. ഒരു 5-8 ദിവസമായിട്ട് എനിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്